ഹായ് മഗൾസ്, ഇത്തവണ നമ്മളെ കേരള വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ അക്കാഡമിക് കലണ്ടർ പ്രകാരം നമ്മുടെ ഓണം എക്സാം ഈ മാസം 20-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 20-ാം തീയതി. പക്ഷേ കേരളത്തിലെ ചില അധ്യാപക സംഘടനകളുടെ നിർദ്ദേശം പ്രകാരം മിക്കവാറും ആ എക്സാമിന്റെ ഡേറ്റ് ഒന്ന് മാറാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ പറയും, സാറേ എന്താ അങ്ങനെ തോന്നാൻ കാരണം? ചില ആൾക്കാർ ഇപ്പോൾ ബോർഡ് മേൽ ഇങ്ങനെ സൂം ചെയ്ത് നോക്കുന്നുണ്ടാവും. ഇത് നിങ്ങളുടെ ടൈം ടേബിൾ അല്ല, ഇത് +2കാർക്ക് ഇന്നിറങ്ങിയ ഓണം എക്സാമിന്റെ ടൈം ടേബിളാണ്. അപ്പോൾ ചില ആൾക്കാർ പറയും, ആന്തിരാമാശയങ്ങൾ ഞാൻ കാണിച്ചെന്ന്. ഇതിന്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റും എൻഡിങ് ഡേറ്റും നോക്കുമ്പോൾ ആ അധ്യാപക സംഘടനകൾ പറഞ്ഞതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സാറേ ഒന്ന് വ്യക്തമായിട്ട് പറ, നിലവിൽ നമ്മുടെ സാഹചര്യം എന്താടാ? ഓഗസ്റ്റ് 20-ാം തീയതി ബുധനാഴ്ച ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്യും. ഓഗസ്റ്റ് 29-ാം തീയതി വെള്ളിയാഴ്ച ഓണം എക്സാം അവസാനിക്കും. ആ വെള്ളിയാഴ്ച ഓണം എക്സാം അങ്ങോട്ട് തീർന്നതിന് ശേഷം നിങ്ങൾക്ക് സ്കൂൾ അങ്ങോട്ട് പൂട്ടും. പിന്നെ അടുത്ത മാസം സെപ്റ്റംബർ 8-ാം തീയതി തിങ്കളാഴ്ചയാണ് സ്കൂൾ തുറക്കുക. പക്ഷെ ഇതിലൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഓഗസ്റ്റ് 29-ന് തൊട്ട് തലേന്ന് ഓഗസ്റ്റ് 28-ാം തീയതി അയ്യങ്കാളി ജയന്തിയാണ്. അയ്യങ്കാളി ജയന്തിക്ക് സ്കൂൾ എന്തായാലും അവധി കൊടുക്കണം. സോ ഈ അധ്യാപക സംഘടനകളൊക്കെ നിർദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓണം എക്സാം എന്ത് ചെയ്യടാ, 18-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുക. ഓഗസ്റ്റ് 18, നേരത്തെ 20-ാം തീയതി വിചാരിച്ച് 18-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ അയ്യങ്കാളി ജയന്തിയുടെ തൊട്ട് മുമ്പ് ഓഗസ്റ്റ് 27-ാം തീയതി ബുധനാഴ്ച അവസാനിക്കുക. അല്ലെങ്കിൽ ഈ ഒരു നിർദ്ദേശമാണ് അവർ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ +2കാരുടെ ടൈം ടേബിൾ വന്ന സമയത്ത് അത് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് 18-ാം തീയതി, അവസാനിക്കുന്ന ഡേറ്റ് 27-ാം തീയതി. സോ ഗൈസ്, മിക്കവാറും നിങ്ങളുടെ ടൈം ടേബിൾ ഒന്ന് മാറാനുള്ള ചാൻസ് ഉണ്ട്. സോ നന്നായിട്ട് പഠിക്കുക. അതിന് മുമ്പ് നിങ്ങളൊന്ന് അഭിപ്രായം നിങ്ങൾ പറ. നിങ്ങൾക്ക് 18-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നതാണോ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നുക, അല്ലെങ്കിൽ 20-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നതാണോ ബെറ്റർ ആയിട്ട് തോന്നുക എന്ന് നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ബോക്സിൽ പറയാം. സോ ഇതിന് മുമ്പ് എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് ചിലപ്പോൾ ഒരു 1-2 ദിവസം, ഒരു ദിവസം 2 എക്സാം വെച്ച് നടക്കാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ്. മറ്റ് കിട്ടുന്ന റിപ്പോർട്ടുകളൊക്കെ കൂടി നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പല ക്വസ്റ്റ്യൻസും അധോലോകമാവാനാണ് ചാൻസ്. നല്ല ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. സോ എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതുവരെ പഠിക്കാത്തൊരു കുട്ടിയാണെന്നുണ്ടെങ്കിലും ഇന്ന് മുതൽ അങ്ങോട്ട് പ്ലാൻ ഉണ്ടാക്കി പഠിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ കൂടെ കട്ടക്കായിട്ട് ഞങ്ങളുണ്ട്. നിങ്ങൾ ഇതുവരെ 0 ആണെങ്കിലും ഡോൺ വരേടാ, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എജുപോർട്ട് ഓണം എക്സാമിന് വേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് PYQs കിട്ടും, നോട്ട്സ് കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും, ഉടനെ അപ്ലോഡ് ചെയ്യും. സോ ഗൈസ്, നിങ്ങൾ എന്താ ചെയ്യേണ്ടി? നേരെ നമ്മുടെ കമന്റ് ബോക്സിൽ പോവുക, നോട്ട് കിട്ടാൻ വേണ്ടി ലിങ്കിൽ ഒന്ന് വേഗം ക്ലിക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഈ വീഡിയോ എപ്പോഴാണോ കാണുന്നത് പിന്നെ ലേറ്റ് ആവരുത്, വേഗം പോവുക, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. സീ യു ദേർ. ഓക്കെ അല്ലേ? സോ ഗൈസ്, നന്നായിട്ട് പഠിക്കുക, ഉഷാറാക്കുക. ബൈ.